ഉം, ഉം. തീർച്ചയായും ഈ ഘട്ടത്തിൽ ബിനു ചാക്കോ കൂടിയുണ്ട്. ഷൈജു ഒന്ന് തുടരൂ. ശ്രീ ബിനു ചാക്കോ, ഈ ഭൂരിപക്ഷം സമൂഹത്തിൻ്റെയും വിശ്വാസികളുടെയും, അതായത് വൈദികർക്ക് പുറത്തുള്ള അൽമായർ എന്ന് പറയുന്ന ഈ സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസികളുടെ അടിസ്ഥാനമായി കാണുന്ന അൽമായർ എന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രകോപനമായിട്ടാണ് ഈ സെൻറ്റ് മേരീസ് ബസലിക്കയിൽ നടത്തിയ ഇത്തരത്തിലൊരു തീരുമാനം, ആൻ്റണി പൂതവേലിൻ്റെ തീരുമാനത്തെ കാണേണ്ടത്. മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ അല്ല, മറിച്ച് ബിഷപ്പിനോട് കൊടുത്ത വാക്കിൻ്റെ ലംഘനമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. ശ്രീ ബിനു ചാക്കോ, ഈ വിഷയത്തില് കത്തോലിക്ക സഭയിലെ പരിശുദ്ധ സിംഹാസനം എന്ന് കത്തോലിക്ക വിശ്വാസികൾ പറയുന്ന മാർപ്പാപ്പായുടെ വാക്കാണ്, അല്ലെ മാർപ്പാപ്പയാണ് വിശ്വാസവും ആരാധനയും സംബന്ധിച്ചുള്ള സഭയുടെ എല്ലാ കാര്യവും സംബന്ധിച്ച അവസാന വാക്കാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സഭയുടെ മുഖ്യധാരയിൽ നിന്ന് മാറിയുള്ള യാത്ര. ഞാൻ അങ്ങനെ പറയുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകൾ മാർപ്പാപ്പയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ 24 വ്യക്തി സഭകളിലെ വലിയ വ്യക്തിസഭയിൽ ഒന്നാണ് കത്തോലിക്ക. അതുകൊണ്ടാണ് കാതോലികമായിരിക്കുന്ന സഭ. സീറോ മലബാർ സഭയുടെ പൊതുധാരയിൽ നിന്ന് മാറി ചിന്തിക്കുകയും, എന്നാൽ മാർപ്പാപ്പ പറയുന്നു, മാർപ്പാപ്പയെ കേൾക്കണം, മാർപ്പാപ്പ അങ്ങനെ ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഒരു ഓഡിയോയിലൂടെ, വീഡിയോയിലൂടെ സംബന്ധിച്ചത്. അതിനുശേഷവും അതിൽ തെറ്റുപറ്റി പോകുന്നവർ ഇപ്പോൾ മാർപ്പാപ്പായുടെ ലംഘനത്തെ സംബന്ധിച്ചൊക്കെ പറയും. മാർപ്പാപ്പായെ ധിക്കരിച്ച പൂതവേലിയച്ചനെ പറ്റി പറയുമ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പേരിൽ മാർപ്പാപ്പ നിയമിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ ധിക്കരിച്ചവരാണ് അവർ. കാരണം ആൻഡ്രൂസ് താഴത്ത് പിതാവിനെതിരെ, മാർപ്പാപ്പ നിയമിച്ച ആൻഡ്രൂസ് താഴത്ത് പിതാവിനെതിരെ അവർ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പേപ്പൽ ഡെലിഗേറ്റ് ആ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ആ പേപ്പൽ ഡെലിഗേറ്റിനെ ആദ്യ സന്ദർശനത്തിന് കുപ്പിയെറിഞ്ഞും ചീമുട്ടയെറിഞ്ഞും അപമാനിച്ച ആളുകളാണ്. അപ്പോൾ ഇവിടെ രണ്ടാം ഘട്ടത്തിൽ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ പേപ്പൽ ഡെലിഗേറ്റ് അവിടെ എത്തുകയും അവരെ കേൾക്കുകയും ചെയ്തതിനു ശേഷം അവസാനമായി അവരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ കേട്ടിരിക്കുന്നു, പക്ഷെ മാർപ്പാപ്പായെ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം, എന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെയും വിലങ്ങുതടി ഉണ്ടാക്കാൻ സാങ്കേതികത്വത്തിന് നൂലകൾ പിടിച്ചുകൊണ്ട് വരികൾക്കിടയിലൂടെ കാൽപ്പനിക കഥകൾ രചിച്ച ആളുകളാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ചിന്തിക്കണം. ഇവിടെ ആന്റണി പൂതവേലി അച്ഛൻ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അദ്ദേഹം സ്വകാര്യ മാസായി ലോകമെമ്പാട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇവരെ പ്രകോപിപ്പിക്കാനല്ലേ? ശരി, മാർപ്പാപ്പ പറഞ്ഞത് പ്രകാരം ഒരു സമവായത്തിലേക്ക് എത്തുകയും സിനഡ് കുർബാനയുടെ കാര്യത്തിൽ ഇവർ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിലത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ബസലിക്കയിൽ ഒരു സമവായമാകുന്നത് വരെ ഇത് തുറന്നു കൊടുക്കേണ്ടതില്ല എന്ന് പൊതുവിലൊരു തീരുമാനം ബിഷപ്പിന് മുമ്പിൽ എടുക്കുന്നു. എന്നിട്ട് മാർപ്പാപ്പയെ അനുസരിക്കുന്നു എന്ന രീതിയിൽ ഈ ബിഷപ്പിന് കൊടുത്ത വാക്ക് ലംഘിച്ച് മുമ്പോട്ട് പോകുന്നത് ശരിയാണോ ബിനു ചാക്കോ? അതാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. അല്ല, ഇവിടെ അജിംഷാദെ ഇവിടെ ഒരു പ്രശ്നം, സമവായത്തിന്റെ കാര്യങ്ങളില്ല. ഇവിടെ മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യത്തിൽ അവിടെ സംഘർഷപരമായ സാഹചര്യത്തിൽ പൊതു കുർബാന അദ്ദേഹം അർപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് സംഘർഷം ഉണ്ടാവണ്ട എന്ന് വെച്ചാൽ, പക്ഷെ അദ്ദേഹം സ്വകാര്യ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് അത് ഇവരെ ഒന്ന് അപഹസിക്കാനല്ലേ? അല്ല, ഇത്തരത്തിൽ തിരിച്ച് എത്രയോ പ്രാവശ്യം സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്താനായി